ഹായ് ഹലോ നമസ്കാരം, ഷാനു ആണ്. പെൺമക്കളുള്ള മാതാപിതാക്കൾക്ക് അവർ വളർന്നു വരുന്നതനുസരിച്ചിട്ട് നെഞ്ചില് തീയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുഞ്ഞുനാളില്. സത്യത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വാർത്തകളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ സത്യമാണ്, പെൺമക്കളെ വിശ്വസിച്ച് പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സത്യത്തില് അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ മക്കള് സ്കൂൾ വിട്ട് വരുമ്പോഴേ അല്ലെങ്കിൽ കോളേജ് വിട്ട് വരുമ്പോഴേ അവരോട് കുറച്ചു നേരം സംസാരിക്കാൻ ശ്രമിക്കുക. പലരും ഭയം കൊണ്ട് ഭീതി കൊണ്ടൊക്കെ നമ്മളിൽ നിന്ന് പല കാര്യങ്ങളും മറച്ചു വെക്കാൻ ശ്രമിക്കും. അപ്പൊ അവരോടൊപ്പം ചേർന്ന് നിന്നിട്ട് ഒന്നുമില്ല, അവർക്കൊന്നും സംഭവിക്കില്ല എന്ന രീതിയിൽ ഒരു വിശ്വാസം അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ പുറത്ത് നടക്കുന്ന എന്ത് ചെറിയ കാര്യങ്ങളായാലും അവർ വന്ന് നമ്മളോട് പറയും. മറ്റൊരു സാഹചര്യത്തിൽ ഇതുപോലെ കുഞ്ഞിന്റെ ഒരു ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വകാര്യമായ ചിത്രങ്ങൾ ലീക്കാവുകയോ ഒക്കെ ചെയ്യുമ്പോഴേ അത് വെച്ച് മുതലാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തും. അപ്പൊ അവരിതൊക്കെ ഭയന്നിട്ട് അച്ഛനും അമ്മയും അറിഞ്ഞാൽ എന്താകും, അല്ലെങ്കിൽ എന്റെ ബന്ധുക്കൾ അറിഞ്ഞാൽ എന്താകും എന്നൊക്കെ ഭയന്നിട്ട് അവർ പുറത്തു പറയും, ഇത് പുറത്തു പറയില്ല. അങ്ങനെ ഇത് പുറത്ത് പറയാത്തിടത്തോളം കാലം എന്ത് ചെയ്യും, ഈ ഉപയോഗിക്കേണ്ടവര് മക്കളെ വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. നമ്മളിതൊക്കെ അറിയുന്നത് ഒരുപാട് താമസിച്ചായിരിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ മക്കൾ ഈ ഭൂമിയിൽ നിന്നൊക്കെ പോയിട്ടുണ്ടാവും, കാര്യം പീഡനം സഹിക്കാൻ കഴിയാതെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഫോണും കാര്യങ്ങളൊക്കെ കുറച്ചു നേരം മാറ്റി വെച്ചിട്ട് സ്കൂളിൽ നിന്ന് മക്കൾ വരുമ്പോഴേ അവരോടൊപ്പം കുറച്ചു നേരം സംസാരിക്കാൻ ശ്രമിക്കുക. അതുപോലെ അവരോടൊപ്പം ഒരുപാട് സമയങ്ങൾ ചെലവഴിക്കാൻ ശ്രമിക്കുക. മക്കളോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ അവരിൽ ഒരാളായി നിൽക്കുമ്പോൾ എന്ത് കാര്യങ്ങൾ നടന്നാലും അവർക്ക് നമ്മളോടൊപ്പം വന്ന് പറയാനുള്ള ഒരു ഫ്രീഡം ഉണ്ടാകും. എപ്പോഴും നമ്മൾ അച്ഛനമ്മമാരായിട്ടൊക്കെ നിന്ന് അവരോട് മസിൽ പിടിച്ച് നിൽക്കാതെ കുറച്ചു നേരം ഫ്രണ്ട്ഷിപ്പായിട്ട് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുക. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ മക്കളെ കാണിച്ചു കൊടുക്കുക. പറയുക, മക്കൾ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായാൽ നേരിട്ട് വന്ന് അച്ഛനോട് പറയണം, അമ്മയോട് പറയണമെന്ന്, അല്ലെങ്കിൽ സ്കൂളിൽ ടീച്ചറിനോട് പറയണം എന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. നമുക്കറിയാം, പല മക്കളും ഇതേപോലെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പേടിച്ചു മാറാറുണ്ട്, അല്ലെങ്കിൽ ഭയന്ന് മാറാറുണ്ട്. അവർ ഇതുപോലൊരു സംഭവം വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് വീണ്ടും വീണ്ടും മക്കളെ വെച്ചിട്ട് വീണ്ടും ഇതുപോലൊക്കെ തന്നെ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അതുകൊണ്ട് പറയാം, തുടക്കത്തിൽ ഇതുപോലെ എന്ത് സംഭവം ആയിക്കോട്ടെ, മക്കളുടെ ഫോട്ടോ പുറത്തു പോയത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് പുറത്തു പോയത്, എന്ത് വിഷയമായിക്കോട്ടെ, എല്ലാത്തിനും പരിഹാരം ഉണ്ടല്ലോ. മക്കളിൽ ഇനി എന്ത് തെറ്റ് ചെയ്താലും എല്ലാത്തിനും പരിഹാരമുണ്ട്. ഒരു തെറ്റ് ചെയ്തെന്ന് വരെ നമ്മൾ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, നമ്മൾക്ക് ധൈര്യത്തോടും അച്ഛനും അമ്മയോടും ഒന്ന് സംസാരിക്കാനുള്ള അധികാരവും ഒരു സ്വാതന്ത്ര്യവും ആ മക്കൾക്കുണ്ടാകണം. അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ രീതികൾ, നമ്മൾ അവരോടൊപ്പമുള്ള നമ്മളുടെ രീതികളിൽ വളരെ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാവണം. തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ കണ്ട അദ്ദേഹത്തെ പോലീസ് പിടിച്ചിട്ടുണ്ട്, കേസായിട്ടുണ്ട്. പോസ്കോ കേസിൽ അദ്ദേഹം അകത്താണ്. പിന്നെ പലരും പറയുന്നുണ്ട് വീഡിയോ പിടിച്ച സമയത്ത് അവനെ 2 അടി അടിച്ചാൽ എന്തായിരുന്നു എന്നൊക്കെ. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. അടിച്ചാൽ നാളെ ഓട്ടോക്കാരൻ തിരിച്ചൊരു കേസ് കൊടുത്താൽ പ്രതിയാകുന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇപ്പൊ ഇതുകൊണ്ട് അയാളെ വളരെ നല്ലൊരു തെളിവോടുകൂടി തന്നെ പോലീസിന് കൈമാറാൻ പറ്റുന്നുള്ളതാണ്. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.